പോവാ എന്തോടെ ഉദ്ദേശം ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്തത് വണ്ടി ഇത്രയും പേരെ തള്ളിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒതുക്കിയെടുത്ത് എന്തിനാ? സ്റ്റാർട്ടാവണില്ല. മാത്രമല്ല നമ്മൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇത് റോട്ടിൽ കിടന്ന് നമുക്ക് ഒതുക്കിയിട്ട് സമാധാനത്തിൽ നോക്കാമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ തള്ളാൻ പറഞ്ഞു. നോക്കട്ടെ ഇനി നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ വെള്ളം ഇരിപ്പുണ്ടാവുമോ? ഓടെ വെള്ളം കിടപ്പുണ്ട്, എടുത്ത് കുടി. എനിക്ക് കുടിക്കാനൊന്നുമല്ല, വണ്ടിയിൽ ഒഴിക്കാനാണ് ഞാൻ ചോദിച്ചത്. വണ്ടി ഒരു സാറേ ഞങ്ങളെ വണ്ടി ഒന്ന് വഴിയിലായി പോയി. ഓ എങ്ങോട്ടല്ലേ കൂടി? ഞങ്ങള് ഫാസിലോട്ട് കല്യാണത്തിന് പോകും. ഞാൻ കല്യാണത്തിനാ. അല്ല അതെ, ഇതിപ്പോ ഒന്നുമില്ല, ചെറിയൊരു മിസ്സിങ്. ഞാൻ നോക്കണുണ്ട്, നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടി തന്നെ വന്നോളാം. ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇതിന്റെ പഴയ ഞാൻ ഓഫീസിലുണ്ടായിരുന്നു സാറാ. അല്ല അളിയാ, അതായത് ഇതിപ്പോ ഒന്നുമില്ല സാറേ. ഇപ്പൊ നോക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ നമുക്ക് ഒരുമിച്ച് പോവാന്നേ. അല്ല കുഴപ്പമില്ല, അവർ കയറിക്കോട്ടെ. അളിയാ ഇങ്ങോട്ട് കയറി. ഞാനിതൊന്ന് ഇതിൽ കയറാൻ സ്ഥലമില്ലേ? കണ്ടില്ലേ, ഇതിലാകെ ഇത്ര പേരിലേ കൊള്ളൂ. കയറിക്കോ. വരും കൂട്ടിട്ട് വരും. വേഗം വരും. അല്ല ഇതൊന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഒതുക്കി കിടക്കണല്ലേ അല്ലേ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു. നീ കല്യാണത്തിൽ വരണമെന്നല്ലേ ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. ഈ വലിയ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അത് നടത്തി തരാൻ പ്രകൃതി കൂട്ടിയിരിക്കുന്നു. അത് സംഭവിച്ചു. ഇതിന്റെ വാടക 2000 രൂപയാണ്. 1000 പെട്രോളിനും 1000 വണ്ടി വാടകയും. പെട്രോൾ അടിക്കും, നമ്മൾ പോണില്ലല്ലോ. 1000 രൂപ വാടക കൊടുക്കണ്ടേ? നീ എന്റെ അളിയനായിപ്പോയി. സാർ വണ്ടി എടുത്തോ, താമസിച്ചു പോയിട്ട്